നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബിനി ജോഷി. പ്രധാന വാർത്തകൾ. ഡിസംബർ 28 നടന്ന ഇടവക ദിനം അതിമനോഹരമായി. മുണ്ടത്തിക്കോട് ഇടവകയിൽ നിന്നും ഒരു വൈദികൻ കൂടി. ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വാർത്തകൾ വിശദമായി. ഇടവക ദിനം അതിഗംഭീരമാക്കി മുണ്ടത്തിക്കോട് ഇടവക. ഡിസംബർ 28 നടത്തിയ ഇടവക ദിനം കാണികൾക്ക് വമ്പിച്ച ദൃശ്യശ്രാവ്യ വിരുന്നായി. കുടുംബ കൂട്ടായ്മ വാർഷികം, മതബോധന ദിനം, സംഘടനാ വാർഷികം എന്നിവ സംയുക്തമായി നടത്തിയ ഇടവക ദിനത്തിൽ അവതരിപ്പിച്ച മുഴുവൻ കലാപരിപാടികളും ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും ഏറെ വൈവിധ്യം നിറഞ്ഞതുമായിരുന്നു. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും വികാരിയച്ചൻ നന്ദി അറിയിക്കുന്നു. തടിയിൽ കൊത്തിയെടുത്ത ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം വെഞ്ചരിച്ചു. അഭിവന്ദ്യ മാർ ജേക്കബ് തൂങ്കിഴി പിതാവ് വെഞ്ചരിച്ച് ആശീർവദിച്ച് നൽകിയ തിരുസ്വരൂപം 2024 ഡിസംബർ 21 വികാരി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ഡീക്കൻ ജെറിൻ ആലപ്പാട്ട് അഭിവന്ദ്യ മാർ ടോണി നീലകാവിൽ പിതാവിൽ നിന്നും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് നവവൈദികൻ തന്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. കുർബാന മധ്യേ നവവൈദികന്റെ കുടുംബാംഗങ്ങളുടെയും ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങളുടെയും കാഴ്ച സമർപ്പണവും ഉണ്ടായിരുന്നു. നിരവധി വൈദികരും സന്യസ്തരും ഇടവകാംഗങ്ങളും പങ്കെടുത്ത തിരുപ്പട്ടദാന ശുശ്രൂഷയ്ക്ക് ശേഷം മതബോധന ഹാളിൽ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഫാദർ ജെറിൻ ജോസ് ആലപ്പാട്ടിന് ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ. ജനുവരി 1 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബ്രദർ മൈക്കിളിന്റെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങൾ ചേർന്നെഴുതിയ ബൈബിളിന്റെ പ്രകാശനം നവവൈദികൻ നിർവഹിച്ചു. ബൈബിൾ എഴുതാൻ സഹകരിച്ച എല്ലാവർക്കും വികാരിയച്ചൻ നന്ദി പറയുന്നു. ജനുവരി 1 വൈകിട്ട് 4:30 സമർപ്പിത സംഗമം നടന്നു. നമ്മുടെ ഇടവകാംഗങ്ങളായ സമർപ്പിതരും ഇടവകയിൽ സേവനം ചെയ്യുന്ന സമർപ്പിതരും സംഗമത്തിൽ പങ്കെടുത്തു. മാതൃവേദിയുടെ നേതൃത്വത്തിലൊരുക്കിയ മെഗാ തിരുവാതിര ജനുവരി 1 വൈകിട്ട് 5:30 നമ്മുടെ ദേവാലയ അങ്കണത്തിൽ അരങ്ങേറി. വിവിധ യൂണിറ്റുകളിൽ നിന്നായി 100ഓളം പേർ പങ്കെടുത്ത തിരുവാതിര കാണികൾക്ക് ഏറെ നയനാനന്ദകരമായിരുന്നു. സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് മാതൃവേദിക്കും വികാരിയച്ചൻ നന്ദി പറയുന്നു. സുവർണ ജൂബിലി സമാപന സമ്മേളനം അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ MP ശ്രീ K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ വേലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ റാഫേൽ താനിശ്ശേരി അധ്യക്ഷനായിരുന്നു. ദേവമാതാ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ ജോസ് നന്ദിക്കര അനുഗ്രഹ പ്രഭാഷണവും റവറൻ ഫാദർ ഡേവിസ് ചിറമൽ നവവത്സര ദിന സന്ദേശവും നേർന്നു. ഗോൾഡൻ ജൂബിലി ഡയറക്ടറിയുടെ പ്രകാശനം വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. നിരവധി മത, രാഷ്ട്രീയ, സാംസ്കാരിക നായകന്മാർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ടിന്റെ മറുപടി പ്രസംഗത്തിന് ശേഷം മിലേനിയം സ്റ്റാർസിന്റെ മ്യൂസിക്കൽ നൈറ്റോടുകൂടി സമാപന ദിന പരിപാടികൾ മനോഹരമായി സമാപിച്ചു. ഇടവകയുടെ ഇടയൻ അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായി കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ ജൂബിലി തിരുപ്പട്ടം കൺവീനർ ശ്രീ ബിജു അയ്യങ്കേരിയുടെ നായകത്വത്തിൽ കോർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ ഇടവക വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത് പ്രവർത്തിച്ചതിന്റെ പരിണത ഫലമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവിച്ചറിഞ്ഞത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും നന്ദിയുടെയും കൂപ്പുകൈ. പൗരോഹിത്യ സ്വീകരണത്തിന്റെ 21ാം വാർഷികം ആഘോഷിച്ച സ്നേഹബഹുമാന വികാരിയച്ചന് ഇടവകയുടെ പ്രാർത്ഥനാ മംഗളങ്ങൾ. അറിയിപ്പുകൾ. ജൂബിലി സമാപന ദിനത്തോടനുബന്ധിച്ച് ജനുവരി 9 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. നമ്മുടെ ഇടവകയിലെ വൈദികർ ഒന്നിച്ചർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ജനുവരി 11 ശനിയാഴ്ച വൈകിട്ട് 6:30 സെന്റ് ജോസഫ് യൂണിറ്റ് വാർഷികം ആലപ്പാട്ട് ലാസർ ജോസിന്റെ ഭവനത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. എല്ലാ യൂണിറ്റുകളുടെയും കുടുംബ സമ്മേളനങ്ങൾ ജനുവരി 12 നടക്കുക. അന്നേ ദിവസം നവവൈദികൻ എല്ലാ യൂണിറ്റുകളും സന്ദർശിക്കുന്നതാണ്. ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സെന്റ് വിൻസെന്റ് ഡിപ്പോൾ യൂണിറ്റ്, വായനകൾ സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.